ചിലി എന്ന രാജ്യത്തിലെ സാന്തിയാഗോ എന്ന പട്ടണത്തിലെ ഒരു പ്രമുഖ ജയിലിൽ നിന്ന് കുറേ തടവുപുള്ളികൾ ജയിൽ ചാടി രക്ഷപ്പെടുന്നു. ഒന്നും രണ്ടു പേരല്ല, 49 തടവുപുള്ളികളാണ് ജയിൽ ചാടിയത്. 18 മാസത്തോളം ജയിലിനുള്ളിൽ നടത്തിയ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായി അവർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ജയിലിൽ ഒരു തുരങ്കം നിർമ്മിക്കുന്നു. ജയിലിൽ മറ്റ് തടവുകാരും പോലീസുകാരും ആരും അറിയാതെ വളരെ സൂക്ഷിച്ചാണ് അവർ അത് നടത്തിയത്. ചിലിയിലെ പോലീസിനും ഗവൺമെൻറ്റിനുമേറ്റ ഏറ്റവും വലിയ അപമാനമായിരുന്നു ആ ജയിൽ ചാട്ടം. 1990 കാലഘട്ടത്തിൽ ചിലി എന്ന രാജ്യത്ത് നടന്ന ഒരു യഥാർത്ഥ ജയിൽ ചാട്ടത്തിൻ്റെ കഥയാണ് 2020 പുറത്തിറങ്ങിയ സ്പാനിഷ് മൂവിയായിട്ടുള്ള ജയിൽ ബ്രേക്ക് പാക്ട്. ആയിരത്തി 1990കളിൽ ചിലിയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു മൂവിയാണിത്. ആ കാലഘട്ടത്തിൽ ചിലിയിലുണ്ടായിരുന്നത് ഒരു സൈനിക ഭരണമായിരുന്നു. സൈനിക ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ കുറേയേറെ സമരക്കാരെയും പ്രതിഷേധക്കാരെയും സാന്തിയാഗോയിലെ ഒരു ജയിലറയിൽ അവർ അടച്ചിട്ടു. അവരെല്ലാവരെയും ആ പോലീസുകാർ കണ്ടിരുന്നത് ഒരു തീവ്രവാദികളായിട്ടായിരുന്നു. അതുകൊണ്ട് യാതൊരു പരിഗണനയും ഒരു മനുഷ്യത്വം കാണിക്കാതെയായിരുന്നു പോലീസുകാരെല്ലാം അവരെ ഉപദ്രവിച്ചത്. ആ ജയിലിൻ്റെ ജനറൽ കമാൻഡറായിട്ടുള്ള ആൻഡ്രേഡയ്ക്ക് ആ സമരക്കാർക്ക് നേരെ വളരെയേറെ അമർഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരെല്ലാവരെയും ജയിലിൽ അടച്ചതിന് ശേഷം അവരെല്ലാവരെയും ഒരു വലിയ പാഠം പഠിപ്പിക്കണമെന്നായിരുന്നു അയാളുടെ മനസ്സിലുണ്ടായിരുന്നത്. ഇൻസ്പെക്ടർ ബ്രാളിയോ ആ സമരക്കാരെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിയിട്ട് അവർക്കായിട്ട് ഒരു കാര്യം പറഞ്ഞു. ഇനിയുള്ള നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതം അത് പുറത്തുള്ളതുപോലെ ആയിരിക്കില്ല. ഇനിയുള്ള നിങ്ങളുടെ ജീവിതം എന്താണെന്ന് അത് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് അയാൾ അമർഷത്തോടെയാണ് അവരോട് പറഞ്ഞത്. ഇവരെല്ലാവരെയും തീവ്രവാദികളായിട്ടാണ് ജയിലിലെ പോലീസുകാർ കാണുന്നത്. അതുകൊണ്ട് 24 മണിക്കൂറും പോലീസുകാർ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ തന്നെ ഗവൺമെൻറ്റിനെതിരെയോ പോലീസുകാർക്കെതിരെയോ ഇവർ എന്തെങ്കിലും സംസാരിച്ചാൽ ഉറപ്പായിട്ടും അവരെ തൂക്കിലേറ്റും. അതായിരിക്കും അവർക്ക് കൊടുക്കുന്ന ശിക്ഷ. ആ പ്രതിഷേധക്കാരിൽ 5 പേരടങ്ങുന്ന ഒരു കൂട്ടമുണ്ട്. അവരെ നയിക്കുന്നത് ലിയോൺ എന്ന ഒരാളാണ്. ഈ ജയിലിനുള്ളിൽ പെട്ടത് മുതൽ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും വെളിയിലേക്ക് ചാടണമെന്നുള്ള ഒരു ഉദ്ദേശമാണ് അവരുടെ മനസ്സിലുള്ളത്. അവർ വന്നിരിക്കുന്ന ആദ്യത്തെ ദിവസം തന്നെ അവർക്ക് താമസിക്കാനുള്ള ജയിലിൻ്റെ സെല്ലുകളും അവർക്ക് തന്നെ തീരുമാനിക്കാം. അന്ന് തന്നെയാണ് പുറത്തേക്ക് ചാടുന്നതിനുള്ള പ്ലാനും അവർ തീരുമാനിക്കുന്നത്. ലിയോൺ ആദ്യമേ തന്നെ അവരെല്ലാവരെയും തള്ളിമാറ്റി ധൃതിയിൽ ആ ജയിലിൻ്റെ 2nd ഫ്ലോറിലേക്ക് ചെല്ലുകയാണ്. അതിനുശേഷം 50ാമത്തെ സെൽ നമ്പർ അവൻ തിരഞ്ഞെടുക്കുകയാണ്. അവരുടെ പദ്ധതി അനുസരിച്ച് 50ാമത്തെ ആ സെല്ലിന് താഴെയുള്ള സെല്ലിൽ നിന്നാണ് പുറത്തേക്കുള്ള ഒരു തുരങ്കം തുറക്കാനുള്ള എല്ലാ സാഹചര്യവും ഉള്ളത്. പക്ഷേ 50ാമത്തെ ആ സെല്ലിലേക്ക് ചെന്നപ്പോൾ തന്നെ അത് മറ്റു കുറച്ചു പേർ കൈയടക്കിയിരുന്നു. മറ്റൊരു വഴിയുമില്ലാതെ ലിയോൺ 51ാമത്തെ സെല്ലെടുക്കുകയാണ്. 51ാമത്തെ ആ സെല്ലിൽ നിന്ന് താഴേക്ക് പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ അതല്ലാതെ മറ്റൊരു മാർഗവും അവൻ്റെ മുൻപിലില്ല. അങ്ങനെ ആ ജയിൽ പുള്ളികളെല്ലാം അവരുടെ പുതിയ ജീവിതമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ തുടങ്ങി. അവർ വെറുതെ ഇരുന്നപ്പോൾ അവരുടെ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി കുക്ക് ചെയ്യുകയും പാട്ട് പാടുകയും ഫുട്ബോൾ കളിക്കുകയും അങ്ങനെ പല വിനോദങ്ങളിലും അവർ ഏർപ്പെട്ടു. അങ്ങനെ കുറേ സമയങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്കൊരു ബ്രേക്ക് ടൈം കിട്ടി. ലിയോണും അവരുടെ കൂടെയുള്ള റാഫേലും ജർമ്മനും എല്ലാവരും പുറത്തേക്ക് ചാടാനുള്ള പദ്ധതികൾ അവർ തീരുമാനിക്കാൻ തുടങ്ങി. ലിയോൺ ഒരു ആർക്കിടെക്റ്റാണ്. അതുമാത്രമല്ല, പുറത്തേക്ക് ഇറങ്ങാനുള്ള ഈ ഒരു പദ്ധതിയുടെ തലവൻ എന്ന് പറയുന്നതും ലിയോൺ തന്നെയാണ്. ലിയോൺ പണ്ട് പുറത്തായിരുന്നപ്പോൾ ഈ ജയിലിനെക്കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ അവൻ നേരത്തെ പഠിച്ചിരുന്നു. അങ്ങനെ അവൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് 50ാം നമ്പർ സെല്ലിന് താഴെയുള്ള സെല്ലിൻ്റെ ഭിത്തിയിൽ നിന്ന് കുറച്ച് മീറ്റർ അകലെ മാത്രമാണ് മപ്പോച്ചോ റിവർ എന്ന് പറയുന്ന സാന്തിയാഗോയിലെ ഒരു പ്രധാനപ്പെട്ട നദി ഒഴുകുന്നത്. ആ മതിലിൽ നിന്ന് ആ നദിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏറെക്കുറെ 70 മീറ്ററോളം വരും. അതായത് ആ മതിലിൽ നിന്ന് ആ നദിയുടെ കരയിലേക്ക് വരെ ഒരു ടണൽ ഉണ്ടാക്കണമെങ്കിൽ ഏറെക്കുറെ 60 ടണ്ണോളം വരുന്ന മണ്ണ് അവർ കുഴിച്ചു മാറ്റണം. പക്ഷേ ആ ടണൽ കുഴിക്കുന്നതല്ലായിരുന്നു അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. ഈ കുഴിച്ചെടുത്ത മണ്ണ് പോലീസുകാർ ആരും തന്നെ കാണാതെ എവിടേക്ക് നമ്മൾ മാറ്റും. അവർ 3 പേരും ഒരുമിച്ചിരുന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് മറ്റൊരു ജയിൽ പുള്ളിയായിട്ടുള്ള പൗലോ കാണുന്നുണ്ടായിരുന്നു. പൗലോയ്ക്കും അവരുടെ ആ ഒരു സംസാരം കണ്ടപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. ഈ ജയിൽ ചാടാനായിട്ടുള്ള ഒരു വലിയ പദ്ധതിയാണ് അവർ തയ്യാറാക്കുന്നതെന്ന്. അതുകൊണ്ട് പൗലോ റാഫേലിനോട് ചെന്നിട്ട് തന്നെയും അവരുടെ ആ പദ്ധതിയുടെ ഒരു ഭാഗമാക്കണമെന്ന് പറഞ്ഞു. ആ 3 പേർക്കും മറ്റൊരു വഴിയുമില്ല. അതുമാത്രമല്ല, പൗലോനെ അവർക്ക് ഏറെക്കുറെ വിശ്വാസമാണ്. അതുകൊണ്ട് അവനെയും അവരുടെ കൂടെ അവർ കൂട്ടി. അങ്ങനെ കുറേയേറെ മണിക്കൂറുകൾ കഴിഞ്ഞുപോയി. അവർ 4 പേരും 50ാമത്തെ ആ സെല്ലിന് താഴെയുള്ള ആ ഒരു ചെറിയ സെല്ലിലാണ്. ആ ഒരു സെല്ലിൽ നിന്നായിരിക്കണം അവർ ടണൽ കുഴിച്ചു തുടങ്ങേണ്ടത്. അവർ അതുകൊണ്ട് തുരങ്കമുണ്ടാക്കാനുള്ള ആ ഒരു അളവെല്ലാം ആ ഭിത്തിയിൽ അളന്നെടുക്കുകയാണ്. അതുമാത്രമല്ല, അവർ ആ ടണലിൽ നിന്ന് മണൽ കുഴിച്ചു മാറ്റാത്ത സമയങ്ങളിൽ
ആ ടണലിൻ്റെ ആ മുൻപ് ഭാഗം എങ്ങനെയെങ്കിലും അവർ മൂടി വെക്കണം. അതുകൊണ്ട് അങ്ങനെ ഒരു ബ്ലോക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം അവർ തയ്യാറാക്കി വെക്കുകയാണ്. ഇതേ സമയം ഈ കുഴിച്ചെടുത്ത മണ്ണ് ആരും കാണാതെ മാറ്റി വെക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലവും ലിയോൺ തപ്പി നടക്കുകയാണ്. ഇവർ ഇങ്ങനെ ഇവരുടെ പദ്ധതികൾ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ ജയിലിൽ ഗിത്താർ വായിക്കുന്ന മറ്റൊരു ജയിൽ പുള്ളി അവരുടെ അടുത്തേക്ക് വന്നത്. അതിനുശേഷം അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് അയാൾ അവരുടെ മുൻപിൽ നീട്ടി. ജയിലിൽ നിന്ന് ചാടാനായിട്ടുള്ള പദ്ധതികളാണ് ഇവർ തയ്യാറാക്കുന്നതെന്ന് ഗിത്താർ വായിക്കുന്ന ഇയാൾക്ക് മനസ്സിലായായിരുന്നു. അതുകൊണ്ട് റാഫേലും ലിയോണും ഇയാളെയും കൂടെ ഇതിൻ്റെ പദ്ധതിയിൽ ഭാഗമാക്കി. അങ്ങനെ അവർ 5 പേരും കൂടെ അവരുടെ പണികൾ തുടങ്ങുകയാണ്. ലിയോൺ ആദ്യമേ തന്നെ ആ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് സീലിങ്ങിൻ്റെ കുറച്ചു ഭാഗം തുറന്നെടുക്കുകയാണ്. ഒരു സ്ക്വയർ ഷേപ്പിലാണ് മുകളിലത്തെ ആ ഭാഗം അവൻ കുത്തി തുറന്നത്. ആ സീലിംഗ് തുറന്നെടുക്കുമ്പോൾ അവർ പരമാവധി ശബ്ദം കുറച്ച് വേണം ചെയ്യാൻ. അവർ ആ മുറിക്കുള്ളിൽ നിന്ന് ചെയ്യുന്ന ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാനായിട്ട് മാർക്കോ എന്ന ആ തടവ് പൊള്ളി പുറത്തുനിന്ന് ഗിത്താർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം 2-3 ദിവസത്തിൻ്റെ ശ്രമത്തിനൊടുവിൽ സീലിങ്ങിൻ്റെ ഒരു ഭാഗം തുറന്നു മാറ്റാനായിട്ട് ലിയോണിന് സാധിച്ചു. ലിയോൺ ഉടൻ തന്നെ ബാക്കിയുള്ളവരോട് കുറച്ച് മുട്ടകൾ എടുത്തുകൊണ്ട് വരാനായിട്ട് അവരോട് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ലൈമും ഉപയോഗിച്ച് ഒരു പ്രത്യേക തരത്തിലുള്ള മിക്സ്ചറാക്കി അവർ അത് മാറ്റി. അവർ തുറന്നെടുത്ത ആ സീലിംഗ് പോലെ തോന്നിക്കുന്ന മറ്റൊരു മെറ്റീരിയലാക്കി അവർ ആ മുട്ടയും ആ ഒരു ലൈമും ഉപയോഗിച്ച് മാറ്റുകയാണ്. അതിനുശേഷം ആ വസ്തു ഉപയോഗിച്ച് തുറന്നു മാറ്റിയ ആ സീലിങ്ങിൻ്റെ ഭാഗം അവർ മൂടി വയ്ക്കുകയാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് ആര് വന്ന് നോക്കിയാലും സീലിങ്ങിൽ ആരും തുറന്ന ഒരു അടയാളവും കാണാൻ സാധിക്കത്തില്ല. അവർ 5 പേരും വർക്ക് ചെയ്യുമ്പോൾ 5 പേരും 5 ജോലിയായിരിക്കും ചെയ്യുക. അവർ അങ്ങനെ അവരുടെ ആ പണി എടുക്കുന്നതിനിടയിലാണ് ഗിത്താർ വായിച്ചുകൊണ്ടിരുന്ന മാർക്കോ അവൻ്റെ ആ പാട്ട് മറ്റൊരു ടോണിൽ പാടിയത്. അതായത് പുറത്തുനിന്ന് ഗാർഡ്സ് അല്ലെങ്കിൽ പോലീസുകാർ ചെക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട് എന്നൊരു സിഗ്നലായിരുന്നു അത്. അങ്ങനെ എല്ലാവരും തന്നെ അവർ ചെയ്തുകൊണ്ടിരുന്ന പണികളെല്ലാം മാറ്റിവെക്കുകയാണ്. ഇതേ സമയം ലിയോൺ ആ സീലിങ്ങിന് മുകളിൽ കയറി നോക്കിയപ്പോഴാണ് അവിടെ നിറയെ വലിയൊരു സ്പേസ് അവൻ കണ്ടത്. അതായത് കുഴിച്ചെടുത്ത മണലുകളെല്ലാം സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഒരു വലിയ സ്പേസ് ആയിരുന്നു അത്. ഈ സമയം കൊണ്ട് തന്നെ മുറിയുടെ പുറത്ത് പോലീസുകാർ എത്തിയിട്ടുണ്ട്. ലിയോൺ പെട്ടെന്ന് തന്നെ ആ റൂഫിൽ നിന്നിറങ്ങി അവർ ഉണ്ടാക്കിയ ആ വസ്തു ഉപയോഗിച്ച് റൂഫ് മൂടി വെക്കുകയാണ്. അതിനുശേഷം ഒരു സിനിമാ നടിയുടെ പോസ്റ്റർ ഉപയോഗിച്ച് അവർ തുറന്നു വെച്ച ആ ഒരു ഭാഗം ആരും കാണാതെ മൂടി വെക്കുകയാണ്. അവരത് മൂടി വെക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് പോലീസുകാർ മുറിയിലേക്ക് കയറി വന്നത്. അവർ മുറിയെങ്ങും പരിശോധിച്ചപ്പോൾ സംശയപരമായിട്ട് ഒന്നും കണ്ടില്ല. ആ ഭിത്തിയിൽ പോസ്റ്ററുകളും റൂഫിലൊട്ടിച്ച പോസ്റ്ററുകൾ കണ്ടപ്പോഴും പോലീസുകാർക്ക് അതിലൊന്നും യാതൊരു സംശയവും തോന്നിയില്ല. കാരണം എല്ലാ ജയിൽ മുറികളിലും കാണുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. അങ്ങനെ ഒരു സമയത്ത് ഒരു പോലീസുകാരൻ റൂഫിലൊട്ടിച്ച ആ ഒരു പോസ്റ്റർ വലിച്ചു പറിക്കാൻ വരുമ്പോഴേക്കും അയാളത് വലിച്ചു മാറ്റാതെ വേണ്ടെന്ന് വെച്ച് പിന്മാറുകയാണ്. അങ്ങനെ അവരുടെ ഭാഗ്യത്തിനാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടത്. അങ്ങനെ ആ സമരക്കാരെല്ലാം ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ട് 34 ദിവസങ്ങൾ കഴിഞ്ഞു. ആ ദിവസം തന്നെയാണ് ജയിലിൽ അടയ്ക്കപ്പെട്ട അവരുടെ ബന്ധുക്കളെല്ലാം അവരെ കാണാൻ വരുന്ന ദിവസം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഓരോ ജയിൽ പുള്ളികൾക്കും അവരുടെ ബന്ധുക്കളുമായിട്ട് സംസാരിക്കാൻ കഴിയും. അങ്ങനെ റാഫേലിൻ്റെ ഭാര്യയാണ് അവനെ കാണാനായിട്ട് ജയിലിൽ വരുന്നത്. അവർ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് കുട്ടികളെ കൊണ്ടുവരാത്തതിന് റാഫേൽ അവളോട് ദേഷ്യപ്പെട്ടത്. ഇത്രയും ദിവസമായിട്ടും തൻ്റെ കുട്ടികളെ കാണാൻ കഴിയാത്തതിലുള്ള സങ്കടം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. ബാക്കിയുള്ള ജയിൽ പുള്ളികളുടെ ബന്ധുക്കളെല്ലാം കുട്ടികളെ കൊണ്ടുവരുന്നത് കണ്ട് അവനും അവൻ്റെ കുട്ടികളെ കാണാനായിട്ട് വളരെയേറെ ആഗ്രഹം തോന്നി. അങ്ങനെ അവരെല്ലാവരും അവരുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും എല്ലാം കണ്ടു കഴിഞ്ഞു. പിന്നീടുണ്ടായിരുന്ന സമയങ്ങൾ അവർ 5 പേരും ആ റൂഫിലുണ്ടാക്കിയ ആ ഒരു സ്പേസ് കാണാതിരിക്കുന്നതിന് വേണ്ടി അത് മൂടി വെക്കുന്നതിന് വേണ്ടി വലിയൊരു ബ്ലോക്ക് അവർ ഉണ്ടാക്കി വെക്കുകയാണ്. പോലീസുകാർ പെട്ടെന്ന് വന്ന് നോക്കിയാലും അത് കണ്ണിൽ പെടരുത്, അങ്ങനൊരു വസ്തുവാണ് അവർ അത് മറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. തടി കൊണ്ടുണ്ടാക്കിയ ഒരു ബോക്സിനകത്ത് സിമെൻറ്റ് ഫില്ല് ചെയ്ത് വെച്ചാണ് അവർ ആ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ആ ഒരു മറ ഉണ്ടാക്കി വെക്കുന്നത്. അങ്ങനെ റൂഫിനെ ആ ദ്വാരം മറച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു വെച്ചു. ഇനി അടുത്തതായിട്ട് അവർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ടണൽ ഭിത്തിയിൽ അവർക്ക് തുരന്നെടുക്കണം. അതിനുവേണ്ട പണികളെല്ലാം അവർ ആരംഭിക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ഒരു പോലീസുകാരൻ അവരുടെ മുറിക്കരികിൽ കൂടെ വരുന്നുണ്ട് എന്ന വിവരം മാർക്കോ അവരോട് വന്ന് പറഞ്ഞത്. അവർ ആ ഭിത്തി കുത്തിപ്പൊളിച്ചതിൻ്റെ സിമെൻറ്റും ഇഷ്ടിക കഷ്ണവും എല്ലാമാണ് ആ മുറിയിൽ നിറച്ചിപ്പോൾ. അതുകൊണ്ട് ആ നിലത്ത് കിടക്കുന്ന സിമെൻറ്റ് പൊടിയും എല്ലാ വസ്തുക്കളും അവർക്ക് എടുത്തു മാറ്റണം. പെട്ടെന്ന് തന്നെ ആ സിമെൻറ്റ് പൊടിയും ഇഷ്ടികയും എല്ലാം അവർ ഒരു സൈഡിലേക്ക് അടിച്ചു മാറ്റി വെക്കുകയാണ്. അതിനുശേഷം അവർ അവരുടെ പണികൾ എടുക്കുകയാണ് എന്ന ഭാവത്തിൽ അവർ ആ മുറിയിൽ ഇരിക്കുകയായിരുന്നു. ആ പോലീസുകാരൻ അവരുടെ മുറിയിൽ വന്ന് തുറന്നു നോക്കിയപ്പോഴും അയാൾക്ക് സംശയപരമായിട്ട് യാതൊന്നും തോന്നിയില്ല. അതുകൊണ്ട് അയാൾ തിരികെ പോയി. ഇനിയും നമ്മൾ ആ ഭിത്തി കുത്തിപ്പൊളിക്കുകയാണെങ്കിൽ പുറത്തേക്ക് ശബ്ദം കേട്ടുകൊണ്ടിരിക്കും.
അതുകൊണ്ട് പുറത്തേക്ക് ശബ്ദം കേൾക്കാതിരിക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന റേഡിയോ ഓണാക്കി അതിൻ്റെ ശബ്ദം മുഴുവൻ വോള്യത്തിൽ ലിയോൺ കൂട്ടിവെച്ചു. അതിനുശേഷം അവർ 4 പേരും ചേർന്ന് ആ ഭിത്തി കുത്തിപ്പൊളിക്കാൻ തുടങ്ങി. ആ ഭിത്തിയുടെ ഒരു ഭാഗം അവർ കുത്തിപ്പൊളിച്ചതിന് ശേഷം അവർ ഉണ്ടാക്കി വെച്ച സിമെന്റ് വെച്ച് മൂടി വെച്ച ഒരു വുഡൻ ബോക്സ് എടുത്ത് അവർ ആ ഭിത്തിയിലേക്ക് ചേർത്ത് വെക്കുകയാണ്. ഇപ്പോൾ ആ ഭിത്തിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കുത്തി തുറന്ന യാതൊരു അടയാളവും കാണാൻ സാധിക്കത്തില്ല. കാരണം ആ ഭിത്തിയോട് ചേർന്നിരിക്കുന്ന രീതിയിലുള്ള ഒരു വുഡൻ ബോക്സ് ആണ് അവർ മറയായിട്ട് വെച്ചിരിക്കുന്നത്. അതിനുശേഷം കുത്തിപ്പൊളിച്ച ആ സിമെന്റ് പൊടിയും അവശിഷ്ടങ്ങളും എല്ലാം ഒരു ബാഗിലാക്കിയിട്ട് ലിയോൺ ആ ബാഗ് എടുത്തുകൊണ്ട് അവൻ്റെ മുറിയായിട്ടുള്ള 51ാമത്തെ മുറിയിലേക്ക് അവൻ കയറി ചെല്ലുകയാണ്. ലിയോൺ ഈ മണ്ണും അവശിഷ്ടങ്ങളും സൂക്ഷിക്കുന്നതിന് വേണ്ടി അവൻ തുറന്ന ആ ഒരു റൂഫുള്ളത് അവൻ്റെ മുറിയായിട്ടുള്ള 51ാമത്തെ ആ സെല്ലിലാണ്. ആരും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ലിയോൺ മുകളിലൊട്ടിച്ച ആ ഒരു പോസ്റ്റർ മാറ്റിയിട്ട് റൂഫിന് മുകളിലേക്ക് കയറി അവൻ്റെ ആ ബാഗ് എടുത്ത് അതിൻ്റെ സിമെൻറ്റ് പൊടിയെല്ലാം ആ റൂഫിലേക്ക് ഇടുകയാണ്. അങ്ങനെ കുറച്ചേറെ ദിവസങ്ങൾ തന്നെ അവർ ഈ പണി തന്നെ തുടർന്നുകൊണ്ടിരുന്നു. തുറന്നു മാറ്റിയ മണ്ണും സിമെൻറ്റും എല്ലാം അവർ ഈ റൂഫിന് മുകളിലേക്കാണ് മാറ്റി വെക്കുന്നത്. ബാക്കിയുള്ളവർ മുറിക്കുള്ളിൽ നിന്ന് ടണൽ കുത്തി തുറക്കുമ്പോൾ മാർക്കോ എന്ന ഗിത്താർ വായിക്കുന്ന അയാൾ പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കും. അഥവാ ആരെങ്കിലും അടുത്ത് വരുന്നത് കണ്ടാൽ അയാൾ വായിക്കുന്ന ഗിത്താറിൻ്റെ ട്യൂണ് അയാൾ സിഗ്നലായിട്ട് മാറ്റിക്കൊടുക്കും. ബാക്കിയുള്ള ജയിൽ പുള്ളികൾക്ക് ആർക്കും തന്നെ സംശയം തോന്നാതിരിക്കുന്നതിന് വേണ്ടി തുറന്നു മാറ്റിയ മണ്ണുകൾ പല ബാഗുകളിലായിട്ട് പല ദിവസങ്ങളിലാണ് അവർ 51ാം നമ്പറിലെ ആ സീലിങ്ങിന് മുകളിൽ കൊണ്ടുപോയി വെക്കുന്നത്. ഓരോ ദിവസത്തിലെ അവരുടെ പണി കഴിഞ്ഞതിന് ശേഷം അവരുണ്ടാക്കിയ ആ സിമെൻറ്റ് ബ്ലോക്ക് ഉപയോഗിച്ച് ആ തുരങ്കം അവർ അടച്ചു വെക്കും. ഇവർ എല്ലാ ദിവസവും ഈ മുറിക്കുള്ളിൽ തന്നെ ആയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തുള്ള ജയിൽ പുള്ളികൾക്കെല്ലാം ഒരു സംശയം ഇവരുടെ മേൽ തോന്നാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ പലപ്പോഴും പല സമയങ്ങളിലായിട്ട് അവർ ആ മുറിക്ക് വെളിയിലിറങ്ങി പല ജയിൽ പുള്ളികളുമായിട്ട് അവർ പലപ്പോഴും സംസാരിക്കും. അവരുമായിട്ട് പല വിനോദങ്ങളിലും അവർ ഏർപ്പെടും. അങ്ങനെ ആർക്കും തന്നെ സംശയം തോന്നാതെയാണ് അവർ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ജയിലിനുള്ളിൽ അത്യാവശ്യം സ്മാർട്ടായിട്ടുള്ള ഒരു ജയിൽ പുള്ളിയുണ്ട്. ഓസ്കാർ എന്നാണ് അവൻ്റെ പേര്. ഇവർ 5 പേരും ദിവസവും ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം ഓസ്കാർ വളരെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിച്ചിരുന്നു. എല്ലാ ദിവസവും ഇവർ 5 പേരും ഒരേ ആക്ടിവിറ്റി തന്നെയാണ് ചെയ്യുന്നത്. ഇവർ കാര്യമായിട്ട് എന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് ഓസ്കറിന് ശരിക്കും മനസ്സിലായി. പക്ഷേ ഓസ്കർ കാര്യമായിട്ട് ആരോടും പറയാനോ അവരോട് ചോദിക്കാനോ പോയിട്ടില്ല. അങ്ങനെ 77ാമത്തെ ദിവസമായിരിക്കുകയാണ്. ലിയോൺ ആ മുറിയുടെ ഭിത്തി തൊട്ട് ആ ടണൽ കുഴിച്ചയുടെ മേലെയുള്ള നീളം അളന്നു നോക്കുകയാണ്. ആ ദൂരം അളന്നെടുത്തപ്പോഴാണ് ലിയോൺ ഒരു കാര്യം മനസ്സിലായത്. അവർക്കിനിയും കുറേയേറെ ദൂരം മണ്ണ് കുഴിച്ചു മാറ്റാനുണ്ടെന്ന്. ഇതറിഞ്ഞപ്പോൾ ലിയോൺ ശരിക്കും നിരാശപ്പെടുകയാണ് ഉണ്ടായത്. കാരണം ഇത്രയും ദിവസം കുഴിച്ചിട്ടും അവർക്ക് ഇത്രയും ദൂരം മാത്രമേ എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അവർ ഇതുപോലെ ഇതേ സമയമെടുത്താണ് ഇനിയും മുൻപോട്ട് കുഴിക്കുന്നതെങ്കിൽ അവർക്കിനിയും വർഷങ്ങൾ വേണ്ടിവരും ആ ഒരു തുരങ്കം നിർമ്മിക്കാനായിട്ട്. അങ്ങനെ പോകുന്തോറും പോലീസുകാർ നമ്മളെ പിടിക്കാനുള്ള സാധ്യതയും കൂടുകയാണ്. ലിയോൺ അങ്ങനെ അവരോടെല്ലാമായിട്ട് ഒരു കാര്യം പറയും. നമ്മൾ 5 പേർ മാത്രം ചേർന്നാണ് ഇപ്പോൾ ഈ ഒരു തുരങ്കം കുഴിക്കുന്നത്. നമുക്ക് ഇനിയും പണിയെടുക്കാൻ ആൾക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ടണൽ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ആ ദിവസം ജർമ്മൻ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ അവൻ്റെ കയ്യിലുള്ള ബാഗിനുള്ളിൽ മണലും സിമെൻറ്റ് പൊടിയും എല്ലാം നിറച്ചിട്ട് മുകളിലത്തെ റൂമിലേക്ക് പോവുകയായിരുന്നു. നടന്നു കയറി പോകുന്നതിനിടയിലാണ് ഒരു പോലീസുകാരൻ അവനെ തടഞ്ഞു നിർത്തിയത്. അതിനുശേഷം അവൻ്റെ കയ്യിലുള്ള ബാഗ് തുറന്ന് കാണിക്കാനായിട്ട് ആ പോലീസുകാരൻ ആവശ്യപ്പെട്ടു. ജർമ്മൻ ഒട്ടും മടി കൂടാതെ തന്നെ ബാഗ് തുറന്ന് കാണിച്ചു. ബാഗിനുള്ളിൽ അയാളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും വസ്തുക്കളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ മണലും പൊടികളും എല്ലാം ആ ബാഗിൻ്റെ അടിയത്തെ തട്ടിലായിരുന്നു അവൻ ഒളിപ്പിച്ചു വെച്ചത്. അതൊരു കവർ വെച്ച് മൂടിയത് കൊണ്ട് ആ പോലീസുകാരൻ അത് ശ്രദ്ധിച്ചില്ല. അതിനുശേഷം ജർമ്മനെ ആ പോലീസുകാരൻ അയാളുടെ ഓഫീസിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. പോകുന്ന വഴി തന്നെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് മറ്റൊരാളുടെ കയ്യിലേക്ക് അവനെ ഏൽപ്പിക്കുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന അയാൾ ആ ബാഗ് എടുത്തുകൊണ്ട് മുകളിലത്തെ നിലയിലേക്കും പോയി. ആ പോലീസുകാരൻ ജർമ്മനെ എന്തിനാണ് ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് പോയതെന്ന് ജർമ്മൻ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ആ പോലീസുകാരൻ അവൻ്റെ മുൻപിലേക്ക് കുറച്ച് പഴയ മാഗസിൻ, അതായത് ചില അശ്ലീല മാഗസിൻ എടുത്ത് അവൻ്റെ മുൻപിലേക്ക് ഇട്ടുകൊടുത്തത്. ജർമ്മൻ ഇങ്ങനെയുള്ള മാഗസിൻ വായിക്കുന്നുണ്ടെന്ന് അവൻ്റെ മുറി ചെക്ക് ചെയ്തപ്പോൾ പോലീസുകാരന് നേരത്തെ മനസ്സിലായിരുന്നു. അതുകൊണ്ട് പോലീസുകാരൻ ആ മാഗസിനെല്ലാം ജർമ്മനി വിൽക്കുകയായിരുന്നു. ഇത് കണ്ടപ്പോഴാണ് ജർമ്മനി യഥാർത്ഥത്തിലൊന്ന് ആശ്വാസമായത്. ജർമ്മൻ വിചാരിച്ചത് മറ്റെന്തെങ്കിലും കാര്യത്തിന് തന്നെ പിടിച്ചുകൊണ്ട് വന്നതെന്നാണ്. പക്ഷേ ഇങ്ങനൊരു കാര്യത്തിനാണെന്ന് അറിഞ്ഞപ്പോൾ ജർമ്മൻ അപ്പോഴാണ് ഒന്ന് സമാധാനമായത്. അങ്ങനെ ആ ദിവസം വൈകിട്ടും അവർ ടണൽ കുഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ 3 പേർ ആ റേഡിയോയിൽ നിന്ന് ഒരു വാർത്ത കേട്ടത്. ചിലിയിലെ ജനങ്ങൾ അവരുടെ രാജ്യത്തെ ഏകാധിപതിയെ ഭരണത്തിൽ നിന്ന് താഴേക്ക് ഇറക്കിയിരിക്കുകയാണ്. ഇനി മുതൽ രാജ്യത്ത് നടക്കാൻ പോകുന്നത് ഡെമോക്രസി ആയിരിക്കും. ഈ വാർത്ത ആ ജയിലിലുണ്ടായിരുന്ന ബാക്കി സമരക്കാരും ജയിൽ പുള്ളികളും എല്ലാം TV യിൽ കാണുന്നുണ്ടായിരുന്നു.
പക്ഷേ ആ സമരക്കാരും ജയിൽ പുള്ളികളും എല്ലാവരും തന്നെ ഡെമോക്രസിയെ എതിർത്തിരുന്നവരാണ്. അതുകൊണ്ട് ഈ ഒരു വാർത്ത അവർക്കൊരു നല്ല വാർത്തയല്ലായിരുന്നു. ഈ ഒരു വാർത്ത എത്രയും പെട്ടെന്ന് തന്നെ ആ ടണൽ ഉണ്ടാക്കി തീർക്കാനുള്ള വാശി അവരുടെ ഇടയിൽ കൂട്ടുകയേ ചെയ്തിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് പുറത്തേക്ക് ഇറങ്ങണം, ഇതിനെതിരെ അവർക്ക് പ്രതിഷേധിക്കണം. ഈ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ അവരുടെ മനസ്സിലുള്ളത്. അങ്ങനെ അവർ ജയിലിൽ വന്നിട്ട് 86ാമത്തെ ദിവസമായിരിക്കുകയാണ്. ഇനിയും ആ ടണൽ ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് കുറേയേറെ ആൾക്കാരുടെ സഹായം ആവശ്യമാണ്. ഇത് മനസ്സിലാക്കിയ ലിയോൺ ആ ജയിലിലുണ്ടായിരുന്ന അവൻ അറിയാവുന്ന കുറച്ചു പേരെ വിളിച്ചുകൂട്ടി. അവൻ വിളിച്ചുകൂട്ടിയ എല്ലാവരും തന്നെ തൊട്ടടുത്ത് തന്നെ വധശിക്ഷയ്ക്കായിട്ട് വിധിക്കപ്പെട്ടവരാണ്. അവർക്കിനി അധികം നാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ സമയമില്ല. അവരെ ആ മുറിയിലേക്ക് വിളിച്ചുകൂട്ടിയതിനു ശേഷം ലിയോണും കൂട്ടരും ചേർന്നുണ്ടാക്കിയ ആ ദുരന്തത്തിൻ്റെ ഒരു ഭാഗം അവർ തുറന്നു കാണിച്ചു. ജയിൽ ചാടാനായിട്ടും ഇത് പൂർത്തിയാക്കുന്നതിനു വേണ്ടിയും അവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് തന്നെ എത്രയും പെട്ടെന്ന് ജയിൽ ചാടാമെന്ന് ലിയോൺ അവരോട് പറഞ്ഞു. അങ്ങനെ അവരും ലിയോണിൻ്റെ കൂടെ ആ ഗ്രൂപ്പിൽ ചേരുകയാണ്. രാത്രി സമയം ടണൽ കുഴിക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല. കാരണം ശബ്ദം പുറത്തേക്ക് പെട്ടെന്ന് തന്നെ വരും. പോലീസുകാർ ഈ മുറിയിലേക്ക് വരുന്നതിനും അവർ നമ്മളെ പിടിക്കുന്നതിനും ഇത് മാത്രം മതി ഒരു കാരണം. അതുകൊണ്ട് ഒരു ദിവസം പകൽ ഓരോ മണിക്കൂറിലും 2 പേരുടെ ഷിഫ്റ്റായിട്ടാണ് അവർ പണി ചെയ്യുന്നത്. ഇപ്പോൾ പണിയെടുക്കാൻ ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് എല്ലാ പണികളും പെട്ടെന്ന് തന്നെ നടക്കുകയാണ്. അവർ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് മാത്രമാണ് അവർ പണിയെടുക്കുന്നത്. അതിനൊരു ഉദാഹരണം, അവർ ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോഴും അവർ ധരിച്ച വസ്ത്രവും പാൻറ്റും അവരുടെ കൈകളുമെല്ലാം അവർ വൃത്തിയായിട്ട് കഴുകും. ദേഹത്തുള്ള മണലും പൊടിയും എല്ലാം അവർ തുടച്ചു മാറ്റും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ജയിലിന് വെളിയിൽ പോലീസുകാർ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കാനായിട്ടും കുറച്ചു പേരുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജോലിയായിട്ട് വേർതിരിച്ചു കൊടുത്തിരിക്കുകയാണ് ലിയോൺ. അതുപോലെ തന്നെ അവർ മുകളിലത്തെ നിലയിൽ നിന്ന് താഴത്തെ നിലയിലേക്ക് ഒരു വലിയ ദ്വാരമുണ്ടാക്കി. മണൽ നിറച്ച ആ ഒരു ബാഗ് സ്റ്റെപ്പിലൂടെ നടന്ന് മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് പകരമായിട്ടാണ് അങ്ങനൊരു ദ്വാരം അവർ ഉണ്ടാക്കിയത്. ഈ ദ്വാരം ഉണ്ടാക്കിയത് വഴി നേരിട്ട് തന്നെ താഴത്തെ നിലയിൽ നിന്ന് മുകളിലത്തെ നിലയിലേക്ക് അവർക്ക് ആ മണൽ മാറ്റിവെക്കാം. അങ്ങനെ അവർ ചെയ്യുന്ന ജോലിയുടെ വേഗത പതിയെ പതിയെ കൂടാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ അവർ മണ്ണെല്ലാം കുഴിച്ചു മാറ്റി. അധികം വൈകാതെ തന്നെ ജയിലിന് വെളിയിലുള്ള ആ നദിക്കരയുടെ തൊട്ടടുത്ത് തന്നെ അവർ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലും ഈ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഇവരെല്ലാവരും ബാക്കിയുള്ള ജയിൽ പുള്ളികളുമായിട്ട് അടുത്തിടപഴകുകയും അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്യാറുണ്ട്. ഒരിക്കലും ഇവർ ആരും തന്നെ ഒരു കാരണവശാലും നമ്മളെ സംശയിക്കരുത്, അതിനുവേണ്ടി മാത്രമായിട്ടാണ് ആ ജയിൽ പുള്ളികളുമായിട്ട് അവർ സോഷ്യലൈസ് ചെയ്തത്. ഒഴിവു സമയങ്ങളിൽ TV കാണുകയും ഗെയിം കളിക്കുകയും ഒക്കെ അവർ ചെയ്യും. അങ്ങനെ ആരും തന്നെ അവരെ സംശയിക്കുകയില്ല. അങ്ങനെ ഒരു ദിവസം അവിടെ അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓസ്കർ എന്ന അയാൾ റാഫേലിനോട് അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തനിക്കറിയാമെന്ന് തുറന്നു പറഞ്ഞത്. ഓസ്കറിന് നേരത്തെ മുതലേ ഇവർ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം സംശയമുണ്ടായിരുന്നു. ഓസ്കറിൻ്റെ ആവശ്യം ഒന്ന് മാത്രമാണ്, അവനെയും ഇവരുടെ കൂടെ തന്നെ കൂട്ടണം. പക്ഷേ റാഫേലിന് ഇവനെ കൂട്ടാനായിട്ട് അത്ര താല്പര്യമില്ലായിരുന്നു. കാരണം ജയിലിലെ ആൾക്കാർക്കിടയിൽ ഇവനൊരു ഒറ്റുകാരൻ എന്ന പേരാണ് ഉള്ളത്. ഇവനെ കൂടെ കൂട്ടിയാലും ഇവൻ എപ്പോൾ വേണമെങ്കിലും ഒറ്റാമെന്ന സംശയവും റാഫേലിനുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അവനൊരു അവസരം കൊടുക്കാനും കൂടെ നിർത്താനുമായിട്ട് അവർ തീരുമാനിച്ചു. അങ്ങനെ ആ ദുരന്തം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ജർമ്മൻ റാഫേലിനോട് ഒരു സംശയം ചോദിച്ചത്. നമ്മളിനിയും ഈ ദുരന്തം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് നമ്മളെ ആര് സഹായിക്കും? പുറത്തുനിന്ന് അങ്ങനെ ഒരു സഹായം കിട്ടാതെ നമുക്കൊരിക്കലും ജയിൽ ചാടാൻ കഴിയത്തില്ലെന്ന് ജർമ്മൻ പറഞ്ഞു. റാഫേൽ അപ്പോൾ അവൻ്റെ ആ സംശയത്തിന് മറുപടി പറഞ്ഞു. നമ്മൾ സമരക്കാരിൽ കുറേ പേർ ജയിലിനകത്താണ്, പക്ഷേ നമ്മുടെ പരിചയക്കാരും കൂട്ടുകാരുമായിട്ട് കുറേ പേർ വെളിയിലുണ്ട്. അവരോടൊക്കെ ഈ കാര്യം പറഞ്ഞൊന്ന് ബോധിപ്പിച്ചാൽ അവർ ഉറപ്പായിട്ടും സഹായിക്കാൻ വരും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പുറത്തുള്ള അവരെ നമ്മൾ ഈ കാര്യം അറിയിക്കണം. അങ്ങനെ 182ാമത്തെ ദിവസമായിരിക്കുകയാണ്. വിസിറ്റേഴ്സ് ഡേയിൽ റാഫേലിനെ കാണാനായിട്ട് അവൻ്റെ ഭാര്യ ജയിലിൽ വന്നിരിക്കുകയാണ്. ഇതുതന്നെയാണ് പറ്റിയ സമയം. റാഫേൽ ഭാര്യയോട് അവരുടെ ആ മുഴുവൻ പദ്ധതിയും തുറന്നു പറഞ്ഞു. അതുമാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ തന്നെ അവൻ്റെ കൂട്ടുകാരോടും പുറത്തുള്ള സംഘടനയിലെ ആൾക്കാരോടും പറയണമെന്ന് അവൻ അവളോട് പറഞ്ഞു. ആദ്യമേ അവൾ അതിന് സമ്മതിച്ചില്ലെങ്കിലും കുറേ ആലോചിച്ചതിന് ശേഷം അവൾ അതിന് സമ്മതം മൂളി. അങ്ങനെ 205ാമത്തെ ദിവസം വരെ എത്തിയിരിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ആ ടണലിൽ നിന്ന് അവർ മണ്ണെടുത്ത് മാറ്റുന്നുണ്ട്. ഈ തവണ ടണലിൽ നിന്ന് മണ്ണ് തുരന്നു മാറ്റുന്നത് ഗിത്താർ വായിക്കുന്ന മാർക്കോ എന്ന അയാളാണ്. അതുകൊണ്ട് പുറത്ത് ആരെങ്കിലും തന്നെ വന്നു കഴിഞ്ഞാൽ അകത്തുള്ളവരോട് സിഗ്നൽ വഴി എങ്ങനെയും അറിയിക്കാനായിട്ട് ആരും തന്നെ പുറത്തില്ല. അപ്പോഴാണ് അവർ ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കുറച്ച് പോലീസുകാർ അകത്തേക്ക് കയറി വന്ന് അവിടെ പരിശോധന നടത്തുന്നത്. ലിയോൺ അവന് പറ്റുന്നതുപോലെ അകത്തുള്ള എല്ലാവരോടും ഈ കാര്യങ്ങൾ ചെന്ന് പറഞ്ഞു. പക്ഷേ അകത്തുള്ള പണിയായുധങ്ങളും മണലും സിമെൻറ്റിൻ്റെ പൊടിയുമെല്ലാം മാറ്റണമെങ്കിൽ ഏറെക്കുറെ 10 മിനിറ്റെങ്കിലും വേണം.
അതുകൊണ്ട് സാധനങ്ങളെല്ലാം മാറ്റിവെച്ച് ആ ടണലിൽ നിന്ന് മാർക്കോനെ വലിച്ചു കയറ്റാൻ അവർ ശ്രമിക്കുകയാണ്. ഇതേ സമയത്ത് മറ്റു കുറച്ച് ജയിൽ പുള്ളികൾ പുറത്തു നിൽക്കുന്ന പോലീസുകാരെല്ലാം തടഞ്ഞു നിർത്തുകയാണ്. പുറത്തു നിൽക്കുന്ന റാഫേൽ പോലീസുകാരോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങി. വൈകാതെ തന്നെ ആ പോലീസുകാരും ജയിൽ പുള്ളികളും തമ്മിൽ വലിയൊരു അടിയാവുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ മാർക്കോ ടണലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരികയും അവൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ആ ടണലിൻ്റെ ഓപ്പണിംഗ് സീൽ ചെയ്ത് വെക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അകത്തുള്ള മാർക്കോയ്ക്കും ബാക്കിയുള്ളവർക്കും സമയം കിട്ടുന്നതിന് വേണ്ടിയാണ് റാഫേൽ പോലീസുകാരുമായിട്ട് അവിടെ അടിയുണ്ടാക്കിയത്. അങ്ങനെ അകത്തുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം മാർക്കോ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. പുറത്തുള്ള സാധനങ്ങളും വസ്തുക്കളുമെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. പോലീസുകാരുമായിട്ടുള്ള ആ കയ്യേറ്റത്തിൽ ആ ജയിൽ പുള്ളികളെ പോലീസുകാർ അവസാനം കീഴടക്കുകയാണ്. തടവുകാരെയെല്ലാം പിടിച്ച് കീഴടക്കിയതിനു ശേഷം അവരുടെ വസ്ത്രങ്ങളെല്ലാം ഒരു പുറത്തുള്ള ഗ്രൗണ്ടിൽ അവരെ മുട്ടുകുത്തി നിർത്തുകയാണ്. ആ നട്ടുച്ചയ്ക്ക് വസ്ത്രമൊന്നുമില്ലാതെ മുട്ടുകുത്തി നിൽക്കാനായിട്ട് പറഞ്ഞത് ആൻഡ്രാഡെ എന്ന ആ കമാൻഡറായിരുന്നു. ഇതേ സമയം റാഫേലിൻ്റെ വൈഫ് റാഫേൽ പറഞ്ഞതുപോലെ തന്നെ അവരുടെ പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ചെല്ലുകയാണ്. അവിടെയുള്ള അധികാരികളെ കണ്ട് അവൾ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. അവർ ജയിൽ ചാടി പുറത്തേക്ക് വരുമ്പോൾ അവരെ സഹായിക്കുന്നതിനായിട്ട് പുറത്ത് അവർ കാണണമെന്ന് റാഫേലിൻ്റെ വൈഫ് അവരോട് അഭ്യർത്ഥിച്ചു. പക്ഷേ പാർട്ടിയുടെ ആ അധികൃതർ കൈമലർത്തുകയായിരുന്നു. അവർക്കിപ്പോൾ തന്നെ കുറേയേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. അതിനിടയിൽ ജയിലിൽ കിടക്കുന്ന അവരെ സഹായിക്കാൻ കഴിയത്തില്ലെന്നായിരുന്നു അതിൻ്റെ അധികാരി അവളോട് പറഞ്ഞത്. അവിടെ നിന്ന് അവൾ ഇറങ്ങിപ്പോയിട്ടും അവൾ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചു കൊണ്ടിരുന്നു. അവരെ എങ്ങനെയും പുറത്തേക്ക് ഇറക്കണമെന്ന ചിന്തയായിരുന്നു അവളുടെ മനസ്സ് നിറയെ. അതുകൊണ്ട് പുതിയൊരു പ്ലാൻ അവൾ ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ റാഫേലിൻ്റെ വൈഫ് അവിടെയുള്ള ഒരു ചർച്ചിൽ ചെന്ന് ലിയോൻ്റെ അച്ഛനെ കാണുകയാണ്. ലിയോൻ്റെ അച്ഛൻ അവിടുത്തെ ഒരു പുരോഹിതനാണ്. അതിൻ്റെ കൂടെ തന്നെ ജർമ്മൻ്റെ വൈഫിനെയും റാഫേലിൻ്റെ മറ്റൊരു കൂട്ടുകാരനെയും അവൾ കാണുന്നു. അങ്ങനെ അവരുടെ ആ പദ്ധതി അവൾ 3 പേരോടും പറഞ്ഞു. അതുകൊണ്ട് ജയിൽ ചാടാനായിട്ടുള്ള എല്ലാ സഹായങ്ങളും പുറത്തുനിന്ന് അവർ നൽകാമെന്ന് ഉറപ്പ് നൽകി. അങ്ങനെ ജയിലിലെ ആ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. 392-ാമത്തെ ദിവസമാണിത്. ആ തുരങ്കത്തിനകത്ത് നിന്ന് മണ്ണ് മാറ്റിക്കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ബോധം കിട്ടി വീഴുകയാണ്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അയാളുടെ തൊട്ടു പുറകിലുണ്ടായിരുന്ന അയാളുടെ മറ്റൊരു സുഹൃത്ത് അയാളെ വലിച്ചഴിച്ച് പുറത്തേക്ക് എടുക്കുകയാണ്. തുരങ്കത്തിനകത്തേക്ക് പോകും തോറും ഓക്സിജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടും കൂടിയാണ് അയാൾ അവിടെ പെട്ടെന്ന് ബോധം കിട്ടി വീണത്. ഈ കാര്യം ലിയോണും കൂടെയുള്ള ബാക്കി എല്ലാവർക്കും മനസ്സിലായി. അകത്തേക്ക് നമ്മൾ ഇനിയും പോയാലും ഓക്സിജൻ്റെ അളവ് പിന്നീട് കുറയത്തേ ഉള്ളൂ. അത് നമ്മുടെ ജീവനെ വരെ ബാധിക്കുമെന്ന് ലിയോണും കൂട്ടർക്കും മനസ്സിലായി. അതുകൊണ്ട് മറ്റൊരു വഴി ലിയോൺ മനസ്സിൽ കണ്ടു. ആ ജയിലിലെ കാർപ്പൻ്ററായിട്ടുള്ള ഒരു ജയിൽ പുള്ളിയെ അവൻ കൂടെ നിർത്തുകയാണ്. ആ കാർപ്പൻ്ററിൻ്റെ സഹായത്തോടു കൂടെ വലിയൊരു ട്യൂബ് പോലത്തെ ഒരു സാധനം അവർ ഉണ്ടാക്കിയെടുത്തു. ആ ട്യൂബിൻ്റെ ഒരറ്റത്ത് അവർ വലിയൊരു ഫാനും പിടിപ്പിച്ചു. അങ്ങനെ ആ ഒരു ട്യൂബ് ആ ടണലിൻ്റെ അകത്തേക്ക് ഇടുന്നത് വഴി ആ ടണലിൻ്റെ ഏറ്റവും അറ്റത്ത് വരെ അവർക്ക് കാറ്റ് ലഭിക്കും. അതൊരു പരിധിവരെ ഓക്സിജൻ്റെ അളവ് കുറയുന്നത് നിയന്ത്രിക്കാൻ സഹായിക്കും. അങ്ങനെ ഇരിക്കെയാണ് ആ ജയിലിലെ ജനറൽ ബിഗോട്ടെ എന്ന ഒരു ജയിൽ പുള്ളിയെ അവരുടെ അടുത്തേക്ക് വിളിച്ചു വരുത്തിയത്. അതിനുശേഷം ആ ജനറൽ ഒരു പാക്കറ്റ് സിഗരറ്റ് ബിഗോട്ടയ്ക്ക് കൊടുത്തതിന് ശേഷം പറഞ്ഞു, അകത്തുള്ള ഓരോ ജയിൽ പുള്ളികളെയും അവരുടെ നീക്കങ്ങളെ നീ സൂക്ഷിച്ചു നോക്കണം. കുറച്ച് ദിവസങ്ങളായിട്ട് അവർ എന്തൊക്കെയോ പദ്ധതി ഇടുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഒരു ചാരനെ പോലെ നിന്ന് അവരിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നീ തിരിച്ചറിയണമെന്ന് ആ ജനറൽ ബിഗോട്ടയോട് പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആ തുരങ്കം തുറന്നുകൊണ്ടിരുന്നപ്പോഴാണ് റാഫേൽ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവരുണ്ടാക്കിയ ആ ഒരു ടണൽ ജയിലിൻ്റെ ബോർഡർ കഴിഞ്ഞിട്ടുണ്ട്. റാഫേൽ മുകളിലൊരു ദ്വാരം തുറന്നിട്ട് ഒരു പിങ്ക് കളറിലുള്ള ഒരു ദ്രാവകം പുറത്തേക്ക് ഒഴിച്ചു വിടുകയാണ്. ഈ ഒരു ദ്രാവകം പുറത്തു നിൽക്കുന്ന റാഫേലിൻ്റെ കൂട്ടുകാരൻ അയാളുടെ പട്ടീനെ ഉപയോഗിച്ച് മണത്ത് കണ്ടുപിടിക്കുകയാണ്. അവർ പുറത്ത് ചാടാൻ വേണ്ടിയുള്ള പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇവയെല്ലാം. അങ്ങനെ ഇരിക്കെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് വിസിറ്റേഴ്സ് ഡേ വന്നത്. ഈ തവണ ലിയോണിനെ കാണാൻ വന്നത് അവൻ്റെ അച്ഛനായിരുന്നു. ലിയോണിൻ്റെ അച്ഛൻ പുറത്തുള്ള കാര്യങ്ങളെല്ലാം അവന് വിശദീകരിച്ചു കൊടുത്തു. അവർ ജയിലിലെ ആ തുരങ്കത്തിൽ നിന്ന് ഒഴുക്കിവിട്ട ആ ദ്രാവകം അത് ജയിലിൻ്റെ ബോർഡർ കഴിഞ്ഞിട്ടാണെങ്കിലും അവരെത്തേണ്ട ആ നദിക്കരയിൽ നിന്ന് 40 മീറ്ററോളം അകലെയാണ്. അത്രയും ദൂരം കൂടെ അവർക്ക് ആ ടണൽ തുറന്നു പോകണം. അങ്ങനെ 558-ാമത്തെ ദിവസമായിരിക്കുകയാണ്. ആ ദിവസമാണ് സാന്തിയാഗോ എന്ന നഗരത്തിൽ വലിയൊരു ഭൂമികുലുക്കം ഉണ്ടായത്. ആ ജയിലിനകത്തുണ്ടായിരുന്ന എല്ലാവരും തന്നെ ഭയന്ന് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഈ സമയത്താണ് ലിയോൺ ഒരു കാര്യം ഓർത്തത്. ആ തുരങ്കത്തിനകത്ത് ആരെങ്കിലും ഒരാൾ ഉറപ്പായിട്ടും പണിയെടുക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് അയാളെ രക്ഷിക്കുന്നതിനായിട്ട് ലിയോൺ അകത്തേക്ക് ഓടിക്കയറി ചെല്ലുകയാണ്. ലിയോണിൻ്റെ ഭാഗ്യത്തിന് അകത്തുണ്ടായിരുന്ന അയാൾക്ക് യാതൊരു പരിക്കും പറ്റിയിട്ടില്ലായിരുന്നു. അയാളെ സുരക്ഷിതമായിട്ട് തന്നെ ലിയോൺ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. അതുമാത്രമല്ല, ആ ടണൽ ഒന്നുകൂടെ പരിശോധിച്ചപ്പോൾ ആ ടണലിനും യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. ജയിലിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ കാല് വയ്യാത്ത വീൽ ചെയറിലായിരുന്ന ഒരു ജയിൽ പുള്ളിയെ ലിയോൺ പരിചയപ്പെട്ടിരുന്നു.
അയാളുമായിട്ട് നല്ലൊരു സൗഹൃദമായിരുന്നു ലിയോൺ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ലിയോൺ അവരുടെ ആ ജയിൽ ചാട്ടത്തിൻ്റെ പദ്ധതി അയാളോടും തുറന്നു പറഞ്ഞു. ജയിൽ ചാടാനായിട്ട് കൂടെ വരാനായിട്ടും ലിയോൺ അയാളെ നിർബന്ധിച്ചു. പക്ഷേ അയാളത് നിരസിക്കുകയായിരുന്നു. കാരണം നടക്കാൻ കഴിയാത്ത അയാൾ ജീവിതത്തിൽ ഒരു മടുപ്പോടെയായിരുന്നു മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. മുൻപോട്ട് ജീവിക്കാനായിട്ട് അയാൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അതുമാത്രമല്ല, കാല് വയ്യാത്തത് കൊണ്ട് ആ ടണലിൽ കൂടെ ഇഴഞ്ഞു പോകാനും അയാൾക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് താൻ വരുന്നില്ലെന്ന് ലിയോണിനോട് അയാൾ പറയുകയാണ്. അങ്ങനെ മാസങ്ങളുടെ അധ്വാനത്തിൻ്റെയും കാത്തിരിപ്പിനും ഒടുവിൽ അവർക്ക് ജയിൽ ചാടാനുള്ള ആ ദിവസം എത്തിയിരിക്കുകയാണ്. ആ ദിവസം വൈകിട്ട് ജയിലിലുള്ള എല്ലാവരും TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആഴ്ചയിലെ അവസാന ദിവസം വൈകിട്ട് TV ഇങ്ങനെ കാണിക്കുന്ന ഒരു പതിവുള്ളതാണ്. അങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഓരോരുത്തരായിട്ട് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. അപ്പോൾ ഓരോരുത്തരും ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് സംശയം തോന്നുമായിരിക്കും. പക്ഷേ അന്ന് TV കാണിച്ച ഷോ അത്ര നല്ലൊരു ഷോ അല്ലായിരുന്നു. അപ്പോൾ അതിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് പലരും ഇറങ്ങിപ്പോകുന്നതാണെന്ന് ബാക്കിയുള്ളവർ വിചാരിച്ചുകൊള്ളും. അവർ തുറന്ന ആ ടണലിൻ്റെ ഓപ്പണിങ്ങിൽ തന്നെ ലിയോൺ നിൽക്കുകയാണ്. ജയിൽ ചാടാനുള്ള 49 പേരും ആ ടണലിൻ്റെ അടുത്തുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ടാണ് ലിയോൺ അവിടെ നിന്നത്. അങ്ങനെ ലിയോൺ ഉൾപ്പെടെ 50 പേരും ആ ടണലിനുള്ളിലേക്ക് ഇഴങ്ങി കയറുകയാണ്. ഓരോരുത്തർക്കും അവർക്ക് പരിചയമുള്ളവരായിരിക്കും ഫ്രണ്ടിലും പുറകിലുമായിട്ടുള്ളത്. ഈ സമയത്താണ് TV കണ്ടുകൊണ്ടിരുന്ന ബിഗോട്ടി എന്ന അയാൾ ആ റൂമിൽ നിന്ന് ആൾക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചത്. ജനറൽ ആൻഡ്രാഡെ ഒതുക്കത്തിൽ അവിടെയുള്ള ജയിൽ പുള്ളികളെല്ലാം നോക്കാനായിട്ട് ഏൽപ്പിച്ചതും ഈ ബിഗോട്ടിനെ ആയിരുന്നു. അങ്ങനെ അവർ എവിടെ പോയി എന്നറിയുന്നതിന് വേണ്ടി ബിഗോട്ടി മുറിക്ക് വെളിയിലിറങ്ങി പരിശോധിക്കുകയാണ്. ഈ സമയത്ത് അവർ രക്ഷപ്പെടുന്ന ആ മുറിയിലേക്ക് ആരും കയറരുതെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കാലുവയ്യാത്ത വീൽ ചെയറിലുള്ള അയാൾ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ബിഗോട്ടി വരുന്നത് കണ്ട് കാലുവയ്യാത്ത അയാൾ ബിഗോട്ടിനെ തടയുകയാണ്. പക്ഷേ ബിഗോട്ടി അയാളെ തള്ളി താഴെയിട്ടിട്ട് ആ സെല്ലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ബിഗോട്ടി ആ സെല്ലിനകത്തേക്ക് കയറിയപ്പോഴാണ് വലിയൊരു തുരങ്കം കണ്ടത്. അവർ 50 പേരിൽ 49 പേരും ആ തുരങ്കത്തിനകത്തേക്ക് കയറിയിരുന്നു. അവസാനം കയറാനുണ്ടായിരുന്നത് ഓസ്കർ എന്ന ആ ചെറുപ്പക്കാരനാണ്. അവൻ ആ ടണലിൽ കയറാൻ നോക്കിയിരുന്നപ്പോഴാണ് ബിഗോട്ടി അവനെ കണ്ടത്. ഇത് കണ്ട ബിഗോട്ടി പോലീസുകാരോട് പറയുന്നതിന് വേണ്ടി ആ സെല്ലിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. പക്ഷേ ഓസ്കർ അവനെ തടഞ്ഞു. അവർ തമ്മിൽ അവിടെ ഒരു കയ്യേറ്റം വരെ നടക്കുകയാണ്. ബിഗോട്ടി അവൻ്റെ കയ്യിൽ കിട്ടിയ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഓസ്കറിനെ കുത്തുകയാണ്. എന്നിരുന്നാലും ഓസ്കർ ആ വേദനയോടുകൂടി തന്നെ ബിഗോട്ടിനെ അടിച്ച് താഴെയിടുകയാണ്. നിലത്ത് കിടക്കുന്ന ബിഗോട്ടിയുടെ മുഖത്തേക്ക് അടിച്ച് ഓസ്കർ അവനെ ബോധം കെടുത്തുന്നു. ഓസ്കറിന് പക്ഷെ സാരമായിട്ട് തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് ആ ടണലിലേക്ക് അവന് ഇഴങ്ങി കയറാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ആ ടണലിലുള്ള 49 പേരും വരിവരിയായിട്ട് കിടക്കുകയാണ്. മറുഭാഗത്തുള്ള, അതായത് ജയിലിന് വെളിയിലുള്ള ആ ഭാഗം തുറക്കുന്നതിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അങ്ങനെ വെളിയിലുള്ള റാഫേലിൻ്റെ സുഹൃത്ത് ആ ജയിലിന് വെളിയിലുള്ള തുരങ്കത്തിൻ്റെ അറ്റം തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ആ ടണലിൽ നിന്ന് ഇറങ്ങി വരികയാണ്. പുറത്തിറങ്ങിയ ഓരോരുത്തർക്കും വസ്ത്രം മാറുന്നതിന് വേണ്ടി റാഫേലിൻ്റെ വൈഫ് ഓരോരുത്തർക്കും ഓരോ വസ്ത്രം നൽകുകയാണ്. വസ്ത്രങ്ങളെല്ലാം മാറിയിട്ട് എല്ലാവരും തൊട്ടരികിലുള്ള ആ നദിയുടെ കരയിൽ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ലിയോൻ്റെ അച്ഛനും സുഹൃത്തും ഒരു ബസ്സുമായിട്ട് അവിടേക്ക് എത്തുന്നത്. അങ്ങനെ ആ 49 പേരും ആ ബസ്സിനുള്ളിലേക്ക് കയറുകയാണ്. പക്ഷേ അപ്പോഴും ജർമ്മൻ ഓസ്കറിന് വേണ്ടി നോക്കി നിൽക്കുകയായിരുന്നു. കാരണം അവൻ ഇതുവരെ ആ ടണലിന് വെളിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഓസ്കറിന് വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ജർമ്മൻ അവരോട് ആവശ്യപ്പെട്ടു. ഓസ്കറിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി ജർമ്മൻ ആ ടണലിൻ്റെ അരികിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് ജയിലിലുള്ള ബാക്കി എല്ലാ തടവുപൊളികളും ഈ തുരങ്കത്തെപ്പറ്റി അറിയും. അതുകൊണ്ട് അവരെല്ലാം രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇതിനകത്തേക്ക് ഇടിച്ചു കയറാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് തന്നെ ജയിലിലുള്ള ബാക്കി പോലീസുകാരെല്ലാം അവർ ജയിൽ ചാടിയ വിവരം അറിഞ്ഞിരുന്നു. അപ്പോഴേക്കും തന്നെ പോലീസുകാർ ആ മുറിയിലേക്ക് കയറി ആ തുരങ്കത്തിനകത്തേക്ക് കയറിയ ബാക്കി ജയിൽ പുള്ളികളെല്ലാം പിടിച്ചു വലിച്ച് പുറത്തേക്ക് എടുക്കുകയാണ്. 49ഓളം പേര് ജയിൽ ചാടിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ ജയിലിൽ നിന്ന് വലിയൊരു സൈറൻ മുഴങ്ങുന്നു. ഈ ഒരു സൈറൻ്റെ ശബ്ദം കേട്ടപ്പോൾ ബസ്സിലുണ്ടായിരുന്നവർ പെട്ടെന്ന് തന്നെ ബസ് എടുക്കുകയാണ്. കാരണം ഇനിയും ഓസ്കറിനെയും അവനെ രക്ഷിക്കാൻ പോയ ജർമ്മനിയും നോക്കി നിന്നാൽ ഉറപ്പായിട്ടും ഇവരും പിടിക്കപ്പെടുമെന്ന് അവർക്ക് മനസ്സിലായി. ബസ്സെടുത്ത് കുറച്ച് കഴിയുമ്പോഴാണ് ജർമ്മൻ ബസ്സിന് പുറകെ ഓടി വരുന്നത് അവർ കണ്ടത്. ഓടി ബസ്സിൽ കയറിയ ജർമ്മൻ അവരോട് പറഞ്ഞു, ഓസ്കറിനെയും ഒരിക്കലും പുറത്തേക്ക് വരത്തില്ല, അവൻ ആ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അവനെ ഓസ്കറിനെ കൂട്ടാതെ തന്നെ അവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഈ സമയത്ത് ജയിലിലുള്ള ചില ജയിൽ പുള്ളികളെല്ലാം ആ തുരങ്കത്തിലൂടെ പുറത്തേക്ക് ചാടി വന്നിരുന്നു. ബാക്കിയുള്ളവർ രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ പോലീസുകാർ അവരെ പിടിച്ചുകൊണ്ട് തിരികെ വന്നു. ആ ജയിലിലെ ഒരു മുറിയിൽ ഓസ്കർ ഇരുന്ന് കരയുകയാണ്. കാരണം രക്ഷപ്പെടാൻ ഇത്രയും വലിയൊരു അവസരം കിട്ടിയിട്ട് അവനതിന് സാധിച്ചില്ല.
അതുകൊണ്ട് സ്വന്തം വിധിയും പഴിച്ചുകൊണ്ട് അവൻ അവിടെ ഇരുന്ന് കരയുകയായിരുന്നു. അധികം വൈകാതെ തന്നെ ആൻഡ്രാഡ എന്ന അവരുടെ കമാൻഡറും ഈ വാർത്ത അറിഞ്ഞു. 49 പേരാണ് ജയിൽ ചാടിയിരിക്കുന്നത്. അത് ജയിലധികർക്ക് വന്ന വലിയൊരു വീഴ്ച തന്നെയാണ്. ഈ ഒരു വാർത്ത അറിയ ആൻഡ്രാഡെ വളരെ ദേഷ്യത്തിലാണ്. അതുമാത്രമല്ല, വലിയൊരു നാണക്കേടാണ് ഈ ജയിൽ ചട്ടം അയാൾക്കുണ്ടാക്കിയിരിക്കുന്നത്. ഇതേ സമയം ബസ്സിനുള്ളിൽ റാഫേലിൻ്റെ വൈഫ് എല്ലാവർക്കും ആവശ്യമായ കാശും കള്ള പാസ്പോർട്ടുകളും കള്ള ID-കളും നൽകുകയാണ്. അങ്ങനെ അവർ രക്ഷപ്പെട്ടെത്തുന്നത് പല സിറ്റികളിലായിട്ടാണ്. രക്ഷപ്പെട്ട ഓരോരുത്തരെയും പല സിറ്റികളിലായിട്ട് അവർ ഇറക്കി വിടുകയാണ്. അങ്ങനെ അവസാനം ബസ്സിൽ നിന്ന് ഇറങ്ങാനുള്ളത് ലിയോണും റാഫേലും അങ്ങനെ കുറച്ച് പേർ മാത്രമാണ്. അവസാനമായി റാഫേലിനെ നോക്കി ലിയോൺ ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് ആ സിറ്റിയിലേക്ക് ഇറങ്ങി നടക്കുകയാണ്. അങ്ങനെ റാഫേലും ലിയോണും ബാക്കിയുള്ള തടവുപൊളികളും എല്ലാവരും പല നഗരങ്ങളിലായിട്ട് പല പേരുകളിൽ പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. 1990-കളിൽ ചിലിയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമായിരുന്നു ഇത്. ചിലിയിലെ അത്രയും സുരക്ഷിതമായിട്ടുള്ള അത്രയും സെക്യൂരിറ്റിയുള്ള ഒരു ജയിലിൽ നിന്നാണ് 49 പേർ ജയിൽ ചാടിയത്. അതും 18 മാസത്തിൽ നീണ്ട ഒരു പ്രയത്നത്തിനൊടുവിലാണ് അവർ ജയിൽ ചാടിയത്. ചിലിയിലെ ഗവൺമെൻറ്റിനും അവിടുത്തെ പോലീസുകാർക്കും ഏറ്റ വലിയൊരു അപമാനമായിരുന്നു അവരുടെ ആ ജയിൽ ചാട്ടം.